വക്രമേന്ദ്ര കൊടുങ്ങല്ലൂർ കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന സോപാനം സംഗീത വിദ്യാലയത്തിന്റെ 17ാമത് സംഗീതരത്ന പുരസ്കാര പ്രഖ്യാപനത്തിന് വേണ്ടിയാണ് നമ്മൾ ഈ പ്രശ്നത്തിനെ അഭിമുഖീകരിക്കുന്നത്. 22 വർഷമായി കൊടുങ്ങല്ലൂരിലെ പരിസര പ്രദേശത്തും സംഗീത സാക്ഷരതയെ വർദ്ധിപ്പിക്കുന്നതിലും വ്യാപിപ്പിക്കുന്നതിലുമൊക്കെ വലിയ പങ്കുവഹിച്ചു വരുന്ന ഒരു പ്രസ്ഥാനം എന്നതിനെ വിശേഷിപ്പിക്കാവുന്ന സോപാനം സംഗീത വിദ്യാലയം 17ാമത് വർഷമാണ് സംഗീതരത്ന പുരസ്കാരം ഏർപ്പെടുത്തിയിട്ട് ഇന്ന് പ്രഖ്യാപിക്കാൻ പോകുന്നത്. ഓരോ വർഷവും അതിപ്രഗത്ഭരായ സംഗീതജ്ഞരെ അവാർഡ് കൊടുത്ത് ആദരിക്കുക വഴി അവർ സംഗീതത്തിന് സമൂഹത്തിന് ചെയ്ത സംഭാവനകളെ കൃത്യമായി അടയാളപ്പെടുത്തുകൂടിയാണ് ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ വർഷത്തെ അവാർഡ് നിർണയിച്ചിട്ടുള്ളത് ഡോക്ടർ കെ കേശവൻ നമ്പൂതിരി, അദ്ദേഹം ജൂറി അംഗമാണ്, രാജേഷ് കണ്ണൂർ തുടങ്ങിയവരൊക്കെയാണ്. ഈ അവാർഡ് പ്രഖ്യാപിക്കുന്നതിന് വേണ്ടി ഡോക്ടർ കേശവൻ നമ്പൂതിരിയെ ക്ഷണിക്കുകയാണ്. കൂടുതൽ കാര്യം അദ്ദേഹം വിശദീകരിക്കുന്നതാണ്. ഒരു കാര്യം കൂടെ, സോപാനം ഉണ്ണികൃഷ്ണൻ, സംഗീതജ്ഞനായ സോപാനം ഉണ്ണികൃഷ്ണനാണ് ഇരിക്കുന്നത്. ഈ പത്രസമ്മേളനത്തിൽ പങ്കെടുക്കുന്നത് മറ്റൊന്ന് ഒരാൾ ലക്ഷ്മി ചന്ദ്രനാണ്. എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഡോക്ടർ കേശവൻ നമ്പൂതിരി, ജൂറി മെമ്പറാണ്. എക്സിക്യൂട്ടീവ് അംഗം കൂടിയായിട്ടുള്ള ബക്കർമേത്തലമാർ സൂചിപ്പിച്ചതുപോലെ സോപാനം സംഗീത വിദ്യാലയത്തിന്റെ 17ാമത് സംഗീതരത്ന പുരസ്കാരമാണ് ഞങ്ങളിവിടെ പ്രഖ്യാപിക്കാൻ പോകുന്നത്. ഈ 17ാമത്തെ പുരസ്കാരത്തിന് അർഹയായത് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത് പ്രശസ്ത ശാസ്ത്രീയ സംഗീത അധ്യാപികയും തെന്നിന്ത്യൻ ചലച്ചിത്ര ലോകത്ത് കഴിഞ്ഞ 50 വർഷമായി അറിയപ്പെടുന്ന ഗായികയുമായിട്ടുള്ള ശ്രീമതി ലതിക ടീച്ചറാണ്. എല്ലാവർക്കും സുപരിചിതയായിട്ടുള്ളൊരു വ്യക്തിത്വമാണ് ലതിക ടീച്ചർ. 1976 മുതൽ മലയാള ചലച്ചിത്ര രംഗത്ത് കണ്ണൂർ രാജന്റെ ഒരു പാട്ട് പുഷ്പതൽപ്പത്തിൽ നീ വീണുറങ്ങി എന്ന യേശുദാസിന്റെ കൂടെ പാടിയ ആ പാട്ട് തൊട്ട് 50 വർഷത്തെ പാരമ്പര്യമുള്ള വളരെ പ്രഗത്ഭയായ സംഗീതജ്ഞയാണ് ലതിക ടീച്ചർ. ലതിക ടീച്ചറിനാണ് ഈ വർഷത്തെ സോപാന സംഗീത രത്ന പുരസ്കാരം സമർപ്പിക്കുന്നത് എന്ന് ഔദ്യോഗികമായി ഇവിടെ അറിയിക്കുകയാണ്. ഈ മെയ് 2026 മെയ് 31-ാം തീയതി കൊടുങ്ങല്ലൂർ കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ ചത്തുരത്തിൽ വെച്ച് നടക്കുന്ന സാംസ്കാരിക സമ്മേളനത്തിൽ വെച്ചാണ് അവാർഡ് ദാനം നടക്കുന്നത്. ഗസ്റ്റിന് തീരുമാനമായിട്ടില്ല, ഞങ്ങൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് പിന്നീട് അറിയിക്കുന്നതാണ്. പിന്നെ മുൻകാലങ്ങളിൽ പുരസ്കാരം നേടിയ ആളുകളെയൊക്കെ ഈ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് ഇനി പ്രത്യേകം പറയുന്നില്ല കേട്ടോ. പരമാവധി എല്ലാ എഡിഷനുകളിലും വരാവുന്ന തരത്തിൽ വാർത്ത കൊടുത്ത് സഹായിക്കണമെന്നാണ് ഈ സന്ദർഭത്തിൽ അഭ്യർത്ഥിക്കാറുള്ളത്. പിന്നെ ഞങ്ങൾ 40ഓളം ശാസ്ത്രീയ സംഗീത പരിപാടികൾ ഇതിനകം സംഘടിപ്പിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ആ കാര്യം കൂടെ അറിയിക്കുകയാണ്.